ഹലോ, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു മസാല കൂൺ കറി ഉണ്ടാക്കിയാലോ. സംഭവമില്ല, ടേസ്റ്റ് കേട്ടാ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പ് വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് ചെയ്യണം കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ അതിന് വേണ്ടി ഞാനിവിടെ മൺചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും 1.5 പിടി, ഒരു പിടി പിന്നെ കുറച്ചും. നിങ്ങൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഉള്ളി ഇല്ലേ, വെല്ലുള്ളി, അത് എടുക്കാം കേട്ടോ. ഒരു വെല്ലുള്ളി എടുത്താൽ മതി. അത് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഉള്ളി വേഗം വാടി കിട്ടാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് മൂടിയിട്ട് വേവിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. വേഗം ഇത് വെന്ത് കിട്ടും. പിന്നെ നല്ലപോലെ വെന്ത് വരേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. ഇനി ഇതിലേക്കില്ലേ 2 ചെറിയ വെളുത്തുള്ളിയില്ലേ, അതും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ശരിക്കും ഈ ഇറച്ചിക്കറിനൊക്കെ വെള്ളുന്നൊരു കറി തന്നെ കേട്ടോ ഇത്. അനിതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നില്ലേ ഇതിലേക്ക് ഞാൻ കൂണിട്ട് കൊടുക്കുന്നില്ല. ആ കൂണ് ഞാൻ നല്ലപോലെ കഴുകി ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകിയെടുത്തതാട്ടോ കൂണ്. അങ്ങനെ അതാ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇല്ലേ, അത് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. സംഭവം സിമ്പിളാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളി തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കൈ പൊള്ളേണ്ടതായിരുന്നു, പക്ഷെ പൊള്ളിയിട്ടില്ല. അങ്ങനെ ഇതാ ഉള്ളി തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മുളക് പൊടി ഇടുന്നതല്ലേ. പക്ഷെ എന്നാലും കുറച്ചും കൂടി എരിവ് ഉണ്ടായിക്കോട്ടെ എന്നില്ലെങ്കിൽ ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊതുവേ ഞാൻ മുളക് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ബാക്കോട്ടാണ്. അങ്ങനെ ഇതാ ഇനി ഇതിലേക്ക് മുളക് പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഒരു ടേബിൾ സ്പൂൺ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലി, മുളക്, മഞ്ഞൾ, ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 1.5 ടീസ്പൂൺ കേട്ടോ മുളക് പൊടിക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എരിവുള്ളതും ആണെങ്കിൽ 1/2 ടീസ്പൂൺ എരിവുള്ളതും 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇടാണ്ട് എന്തല്ലേ സംഭവമില്ല, നല്ല ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലായിട്ട് കൂണ് വാങ്ങുന്ന ടൈം കൂണിന് അത്ര പൈസ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇറച്ചീൻ്റെ സെയിം ടേസ്റ്റും കൂടിയാവും. അങ്ങനെ ഇതാ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. സംഭവം ഇതാ 10 മിനിറ്റിന് ശേഷം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിക്കട്ടൊന്നും ആവശ്യമില്ല. ഇങ്ങനെ കൂണ് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇത് നിങ്ങൾക്ക് നല്ലപോലെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കാം. ഞാനിതാ ഒരു 2 മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് പിന്നെ ഓഫായാലും ഇതേപോലെ തിളക്കും. അതിനിതാ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടി ഈ ഒരു കറിയില്ലേ, ഈ ഒരു മസാലക്കറിൻ്റെ സൂപ്പർ ആയിരിക്കും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം സിമ്പിൾ അല്ലേ. എന്നാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.